അലേക്കരുത് വെള്ളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻകറി വെക്കാൻ പോവുകയാണ് ഗായ്സ്. എനിക്കിപ്പോൾ കപ്പ വേവിച്ചതും മീൻകറിയും തിന്നാനൊരു പൂതി. അതുകൊണ്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉലുവ ഇടാൻ പോവുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി തക്കാളി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി മുതലായവ അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ മൊബൈൽ സ്റ്റാൻഡൊക്കെ പോയി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇതിൽ. അടുത്തതായി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി. ഇതിൽ ഫസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഞാൻ ഒരുമിച്ചിട്ട് തന്നെ അങ്ങോട്ട് വഴറ്റി കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് കറി വെക്കാനാണ്. ഇവിടെ വെട്ട ഇച്ചിരി കുറവാണ്. നന്നായിട്ടത് മൂത്ത് വരട്ടെ. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് ഇഷ്ടം മീൻകറി. അധികം ചാറ് ഇഷ്ടമല്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും വെള്ളം വെക്കണമല്ലോ. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ പിന്നെ മീൻ മുറിച്ച് കഴുകിയിട്ട് അതിനകത്തോട്ട് ഉപ്പ് പെരക്കി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാണ്ട് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മീനിട്ട് കൊടുക്കാൻ പോവാണ്. മീൻ ഇതാ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അയല മീനാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് പുളി ആഡ് ചെയ്യണം. കുടംപുളി ആഡ് ചെയ്യാം, പിന്നെ നമ്മൾ സാധാരണ വാളംപുളിയും ആഡ് ചെയ്യാം. ഞാൻ ഇന്നിനകത്തോട്ട് വാളംപുളിയാണ് ഇടുന്നത്, കുടംപുളി ഇടുന്നില്ല. കുടംപുളിയാണ് ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് ഇഷ്ടം മീൻകറി. അധികം ചാറ് ഇഷ്ടമല്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും വെള്ളം വെക്കണമല്ലോ. ഉപ്പ്
ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ പിന്നെ മീൻ മുറിച്ച് കഴുകിയിട്ട് അതിനകത്തോട്ട് ഉപ്പ് പെരക്കി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാണ്ട് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മീനിട്ട് കൊടുക്കാൻ പോവാണ്. മീൻ ഇതാ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അയല മീനാണ്, ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് പുളി ആഡ് ചെയ്യണം. കുടംപുളി ആഡ് ചെയ്യാം, പിന്നെ നമ്മൾ സാധാരണ വാളംപുളിയും ആഡ് ചെയ്യാം. ഞാൻ ഇന്ന് ഇതിനകത്തോട്ട് വാളംപുളിയാണ് ഇടുന്നത്, കുടംപുളി ഇടുന്നില്ല. കുടംപുളിയാണ് ടേസ്റ്റ്. ഹലോ ഗൈസ്, നമ്മുടെ ഈ മീൻ കറി ഇതാ തിളച്ചു ഗൈസ്. കറി ആവാറായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സിമ്പിളായിട്ട് വെക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കട്ടോ. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ലാസ്റ്റ്. എന്നിട്ട് ഞാൻ കറി ഓഫാക്കുകയാണ്. ഹലോ ഗൈസ്, ഞാൻ കപ്പ വേവിക്കാൻ കപ്പ ആദ്യം വേവിച്ച് വെച്ചു. ഇതിലേക്ക് ഞാൻ അരപ്പ് ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയ ജീരകം, കൊച്ചുള്ളി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഇത്ര ഇട്ടിട്ട് ഞാൻ മിക്സിയിലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കണം. ഹലോ ഗൈസ്, ഞാൻ കപ്പ ആദ്യം വേവിച്ച് വെച്ചു. ഇതിലേക്ക് ഞാൻ അരപ്പ് ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയ ജീരകം, കൊച്ചുള്ളി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഇത്ര ഇട്ടിട്ട് ഞാൻ മിക്സിയിലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കപ്പ വേവിച്ച് ഗൈസ് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു കയ്യിൽ ഫോൺ വെച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് പാടുണ്ട്. ഇതാണ് അപ്പോൾ കപ്പ സെറ്റായിട്ടുണ്ട്, കണ്ടോ? ഹലോ ഗൈസ്, എന്താ നമ്മൾ കപ്പ വേവിച്ചു റെഡി ആയിട്ടുണ്ട്. കറി എന്താണ്? മീൻ കറി, അയലക്കറിയും കപ്പയും. ഇനി നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കഴിക്കണം.